41 വയസ്സ് എനിക്കുണ്ട്. ജനിച്ച അന്ന് മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തിലും ആദർശത്തിലും നിൽക്കുന്നത്. അള്ളാഹു അല്ലാത്ത ഒരാളെ നേരെ സഹായം ഞാൻ ചോദിച്ചിട്ടില്ല. അള്ളാഹു അല്ലാത്ത ഒരാളുടെ നേരെ ഇന്ന് വരെ അയാൾ സഹായം ചോദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ല മൗലവിയുടെ സ്വന്തം ഉമ്മയോട് ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്നിതുവരെ ചോദിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? ഒരു ഡോക്ടറുടെ അരികിൽ പോയിട്ട് ഒരു ചികിത്സയും ഇതുവരെ തേടിയിട്ടില്ല എന്നതാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭയങ്കരം തന്നെ. നമുക്ക് അടുത്ത ഇദ്ദേഹത്തിൻ്റെ 41 വയസ്സ് വരെ ഇദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾ കേട്ടു നോക്കാം. ഒരു മൗലൂദിന്റെ ഒരു അക്ഷരം ഞാൻ പാടിയിട്ടില്ല. 41 വയസ്സ് വരെ ആയിട്ട് മൗലിദിൻ്റെ ഒരു വരിയും അദ്ദേഹം പാടിയിട്ടില്ല എന്നാണ് പറയുന്നത്. സ്വഹീഹുൽ ബുഖാരി വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഒന്നും കൂടെ വ്യക്തം. കാരണം സ്വഹീഹുൽ ബുഖാരിയിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ടല്ലോ, വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ്ഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മൂഖിനാതുൻ അന്ന മാ ഖാല വാഖിഉ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടി പുകഴ്ത്തുന്ന വരികളാണ് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും അതുപോലെ സിഹാഹു സിത്തയിലും ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകളിലൊക്കെ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അതൊന്നും അദ്ദേഹം വായിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി നോക്കാം. ഒരാണ്ടിന് ഞാൻ പോയിട്ടില്ല. ഒരാണ്ടിനും അദ്ദേഹം പോയിട്ടില്ല എന്നാണ് പറയുന്നത്. പുന്നാര മൗലവി എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച പള്ളിയിൽ പോകാറില്ലേ? എന്താണ് ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ആണ്ടാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബിയുടെയും ഹാജറ ബീവിയുടെയും ഒക്കെ ആണ്ടിൻ്റെ സ്മരണ പുതുക്കലാണല്ലോ എല്ലാ വർഷവും ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ സ്മരണ, ആദം നബി അലൈഹിസ്സലാം അന്നാണ് ജനിച്ചത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണം അന്നാണ്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്ന ആ ദിവസത്തിന് ചില സ്പെഷ്യാലിറ്റി വെച്ചത് എന്ന് ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹദീസ് മാലിക് ഇമാമും അതുപോലെ തന്നെ അബൂദാവൂദും തിർമിദിയും നസായിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാമിൻ്റെ ജന്മദിനമാണ് അന്ന്, അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് സ്വഹീഹ് മുസ്ലിമിലും ഉണ്ട്. മരിച്ചൊരാളുടെ തലക്കും ഭാഗത്തു നിന്ന് ഒരു യാസീൻ പോട്ടെ ഒരായത്ത് ഞാൻ ഓതിയിട്ടില്ല. മറ്റൊരു മഹത്വം, മരിച്ച ഒരാളുടെ തലക്കും ഭാഗത്ത് നിന്നുകൊണ്ട് യാസീൻ പോയിട്ട് ഒരായത്ത് പോലും ഓതിയിട്ടില്ല എന്നാണ്. അഥവാ മൗലവി ഒരു മയ്യത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടില്ല എന്ന് വേണം നാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ മരിച്ച മയ്യത്തിൻ്റെ തലഭാഗത്തും അതുപോലെ മയ്യത്തിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് മയ്യത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് മയ്യത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഫാത്തിഹ ഓതുന്ന പരിപാടിയാണല്ലോ മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ ഒരു മയ്യത്ത് നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല എന്ന് വേണം നാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഏതെങ്കിലും ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ജാഥ പോലെ തക്ബീർ ഞാൻ വിളിച്ചിട്ടില്ല. ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ജാഥ പോലെ തക്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നും വിളിച്ചിട്ട് ഇങ്ങനെ ജാഥ പോണ പോലെ ഒരു മയ്യത്തിന്റെ പുറകെ മൂപ്പര് പോയിട്ടില്ല. അത് ഇപ്പം ആരെവിടെ ചെയ്യലെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ലോകത്തെ ഏതെങ്കിലും മുസ്ലിമീങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ജാഥ പോലെ ഇങ്ങനെ ഏതെങ്കിലും മയ്യത്തും കൊണ്ട് പോകലുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വല്ല സ്ഥലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ കമന്റ് ചെയ്യേണ്ടതാണ്.